വടക്കിന് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇവിടെ അടിപൊളി മാർക്കറ്റാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൊറോണ എന്നിവിടെ ആൾക്കാർ മൈൻഡിലുള്ള മാർക്കറ്റിൽ ചെന്നവിടെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നേ. 3 പേരും കൂടെ നേരെ പോയത് ഇവിടുത്തെ ഫ്രൂട്ട്സും പച്ചക്കറിയും വിൽക്കുന്ന കടയിലോട്ടാണ്. ഓരോ സെക്ഷനായിട്ട് ഇവിടെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നത്. ചിലയിടത്ത് നമുക്ക് ഇത് കാണാം, മീറ്റ് കാണാം, ചിലത് പച്ചക്കറികളും അതുപോലെ പഴങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ കണ്ടോ ആവക്കാട കണ്ടോ? ഈ ആവക്കാടയ്ക്ക് നമുക്ക് ഇവിടുത്തെ വേറെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 50 പൈസ കൊടുക്കണം ഒരെണ്ണത്തിന്. ഇവിടെ നമുക്ക് 1 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ആവക്കാടോയും കിട്ടും. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് ആവക്കാടോയും നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പച്ചക്കറി സെക്ഷനിലേക്ക് തന്നെ വീണ്ടും എത്തി. അവിടുന്ന് ബ്രോക്കോളി മേടിക്കണമായിരുന്നു. കുറച്ച് ബ്രോക്കോളി മേടിച്ച്, ബ്രോക്കോളി കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് പോലെ ഉണ്ടല്ലേ, ബ്രോക്കോളി കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രോക്കോളി മേടിച്ച് വീണ്ടും ഷൈൻ ചേട്ടൻ അവിടുന്ന് കുറച്ച് ക്യാപ്സിക്കം മേടിച്ചു. ക്യാപ്സിക്കം മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നേ, അവിടെ കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാൻ വേണ്ടി. ഇവിടുത്തെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല മധുരം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു തണുപ്പിൻ്റെ തോന്നുന്നു. അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പുളിയല്ലേ. പക്ഷേ ഇവിടുത്തെ മുന്തിരി ആപ്പിളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല മധുരമാണ്. അതുപോലെ നമ്മുടെ സാധാരണ റോബസ്റ്റ് പഴവെട്ടി പഴത്തൊക്കെ എന്നാ മധുരമെന്നറിയോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കണ്ട. ബ്ലാക്ക് മുന്തിരി, നമ്മുടെ കറുത്ത മുന്തിരി ഇല്ലേ നാട്ടിലെ, കറുത്ത മുന്തിരി, സ്ട്രോബെറി. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു കുറേ. ഉള്ളിൽ പോയിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പഴങ്ങൾ കാണാട്ടെ. ഇത് ഓറഞ്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല പഴത്തിൻ്റെ കാര്യം. പഴത്തൊക്കെ എന്നാ മധുരം തരുമോ, അടിപൊളി നല്ല മധുരം കേട്ടോ. ആപ്പിൾ ഇവിടെ ഭയങ്കര ചീപ്പാട്ടോ. 7 എണ്ണത്തിൻ്റെ ഇവിടെ 2 പൗണ്ടിന് നമുക്ക് ഗ്രീൻ ആപ്പിളും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ആപ്പിളും കിട്ടും. പ്ലം കണ്ടോ, 6 പ്ലമ്മിന് 2 പൗണ്ട്. നമ്മുടെ നോർമൽ ഫ്രൂട്ട് സെക്ഷനിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വെറൈറ്റി കുറേ സാധനങ്ങൾ കണ്ടു. തക്കാളി ഉണ്ട്, പിന്നെ ഒരു മഷ്റൂം കണ്ടോ, ഫ്ലാറ്റ് മഷ്റൂം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അത് നമ്മുടെ ½ കിലോയ്ക്ക് 1.5 1.5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 1/2 കിലോ മേടിക്കാൻ പറ്റും. പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തക്കാളിയും കാര്യങ്ങളും ക്യാബേജും ഇഞ്ചി ഉണ്ടോ, ഇഞ്ചി അവർ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇതിൻ്റെ അത് വെച്ചേക്കണം. പച്ചക്കറി എല്ലാം മിക്സ് ആയതുകൊണ്ട് ആയെന്ന് തോന്നുന്നു. പച്ചക്കറി വിൽക്കുന്നവർക്ക് നേരെ ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സ്ഥലത്തേക്ക് പോയി. ഡ്രൈ ഫ്രൂട്ട്സിലോടൊക്കെ നല്ല തിരക്കാണ്. ആൾക്കാരെ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അവിടുന്ന് ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സുകളുണ്ട്, വെറൈറ്റി എല്ലാം മിക്സ് ഉണ്ട്. അതുപോലെ കാഷ്നട്ട്സ് ഉണ്ട്, ഓരോ വെറൈറ്റി സാധനങ്ങളും. എനിക്ക് തോന്നുന്നത് എന്താ എല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ ഈ ഇങ്ങനത്തെ ഞാനിവിടെ കണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഞാനൊക്കെ ഡിമാർട്ടിൽ പോയിട്ട് ഇതുപോലെ മിക്സഡ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ ഹൈദരാബാദിലുള്ള സമയത്ത്. അതുപോലെ ഇവിടെയും വെറൈറ്റി സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ മിക്സറും അതുപോലെ എല്ലാ സാധനങ്ങളും മിക്സ് ആയിട്ടുള്ളതും ഫ്രൂട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകൾ കുറേ കാണാം. ഞങ്ങൾ 2 പേരോട് ഡ്രൈ ഫ്രൂട്ട്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഡോട്ടം പോയിട്ട് 1 പാക്കറ്റ് നിറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വന്നു. അപ്പോഴേക്കും നമ്മുടെ ഷൈൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു കിട്ടിയ സാധനമൊക്കെ നമുക്ക് ബാഗിലാക്കി പോയേക്കാന്ന് പറഞ്ഞു. കാരണം നിൽക്കാൻ പറ്റില്ല, നല്ല തണുപ്പായിരുന്നു. ഒഴുകി ഞങ്ങളൊരു അപ്പൂപ്പനെ കണ്ടു. From India. Where? India. You're a long way from home. Yeah, no, actually. Hey, welcome to England. Oh, do you live in England? You live here? Pardon? You live in England? Right. Yeah. Hello. നമ്മുടെ അപ്പൂപ്പൻ ഇനി അധികം സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ച് നേരെ ബ്രെഡ് സെക്ഷനിലേക്ക് പോയി. അവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള മീറ്റുകളും അതിൻ്റെ ഉള്ളിൽ അവർ വെച്ച് തരും. നമ്മുടെ നാട്ടിൽ ബ്രെഡ് ഓംലേറ്റ് കഴിക്കണ പോലെ. You want any sauce? No sauce. Yeah. റെഡി ടു കുക്ക് കേട്ടോ. സ്പോട്ടിലുണ്ടാക്കി ചൂടാക്കി തരും നമുക്ക് സാധനങ്ങൾ. ഇവിടെയുള്ളവരെല്ലാം നോർത്തിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ആൾക്കാർ വന്നിട്ട് നല്ല ചൂടോടുകൂടിയുള്ള സാധനങ്ങൾ സോസ് ഒഴിച്ച് കഴിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ഫുഡ് ടൈപ്പ് സാധനങ്ങൾ അവിടെ ഉള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഇത് ചൈനീസ് വിഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കൂടുതലായിട്ടും. വെജിറ്റബിൾ സ്പ്രിങ്ങും മറ്റേ ഇതിൻ്റെ പേര് എന്താ പറയുക, ഡിം സ്പ്രിങ്, അങ്ങനെയുള്ള ഓരോ നമ്മുടെ ചൈനീസ് സാധനങ്ങളാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം തോന്നുന്നുണ്ട്. കുറേ സമയം നടക്കുന്നത്. ഇതുവരെ വെളുത്തുള്ളി കിട്ടില്ലല്ലോ ഷൈൻ ചേട്ടാ. ഇത് എവിടെയാണ് സാധാരണ കിട്ടാറ്? ഇന്ത്യൻസ് ഇന്ത്യൻ സാധനങ്ങളാണ്. ഹായ്, ചിക്കൻ മദ്രാസോ, ചനാ മസാല ഉണ്ട്, കോളിഫ്ലവർ പൊട്ടറ്റോ ഉണ്ട്, ചിക്കൻ ടിക്ക മസാല, നമ്മുടെ ഇന്ത്യൻസിൻ്റെ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. ലാമ്പ് കറി ഓൺ ദ ബോൺ, വെറൈറ്റി ഫുഡ് ഇന്ത്യൻസിന് വേണ്ടി. സമൂസയുണ്ട്, നമ്മുടെ മെയിൻ സാധനം സമൂസ. നമ്മുടെ സിക്കന്ദർ ഭായ് ഉണ്ട്, സിക്കന്ദർ ഭായ് പുള്ളിയാണ് സാധനങ്ങൾ വിൽക്കുന്നത് ഇവിടുത്തെ. कहाँ से भाई? पंजाब. और कहाँ से? हम लोग केरला से. Kerala से. Okay. We had so many Kerala people in Southampton usually. എന്താ സാധനം സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. റൈറ്റുകളാണ്
That's it, exactly. Oh. Okay. No, not me, thank you. സാധനം കണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെക്കോൺ സ്റ്റീഫ് നമ്മുടെ നല്ല പന്നിയിറച്ചിയുടെ ഓരോരോ ഭാഗങ്ങളാണ്. You all right? മെയിൻ ഡോഗ് സെക്ഷൻ. നമുക്കിപ്പോൾ പട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് മേടിക്കായിരുന്നു ഡോഗിന്റെ സ്പെഷ്യൽ സെക്ഷൻ സാധനങ്ങൾ. ബോണും ഇപ്പൊ മേടിച്ച് വെച്ചിട്ട് ഡോഗിനെ മേടിക്കാൻ കൊടുക്കാനാ? ഡോഗ് പട്ടിക്ക് കിടക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കേട്ടോ. അതിന്റെ ലീസ് ഉണ്ട്. ലീസ് ലീസിലാണ്ട് ഇവിടെ കൊണ്ടെടുക്കാൻ പാടില്ല പട്ടീനെ. നല്ല വിലയുണ്ട്. 13 പൗണ്ടാ. 8 ഒക്കെ ഉണ്ട്. അത് കുഞ്ഞുപെട്ടിനെ കൊണ്ടുനടക്കാനായിരിക്കും 8 പൗണ്ടിന്റെ സാധനം. ഇറച്ചിയല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്. പാല് ഇവിടെ നിന്ന് എങ്ങനെ പാല് പിടിച്ച കാര്യം ഉണ്ടോ? വില എത്ര ഉണ്ട്? അവിടത്തെക്കാളും വ്യത്യാസമുണ്ടോ? വിലക്ക് വല്ല വ്യത്യാസമുണ്ടോ? പുറത്തേക്ക് പോവാം. മാർക്കറ്റും പരിപാടിയെല്ലാം കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. അതിനുശേഷം പുറത്തേക്കുള്ള വഴിയാ. സെക്ഷനാ വെറൈറ്റീസ്. ഇത് ബീറ്റ്റൂട്ട് മുളപ്പിച്ചോ? സവാള ബീറ്റ്റൂട്ടോ? ഇത് ബീറ്റ്റൂട്ട് മുളപ്പിച്ചത്. ബീറ്റ്റൂട്ട് മുളപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വാടി നിൽക്കുക കേട്ടോ. ഇതെല്ലാവരും ഇവിടുത്തെ വീടുകളിലൊക്കെ വെച്ചിട്ട് സൈഡിലെ അടുക്കളയിലും ഭാഗത്തൊക്കെ വെച്ച് വളർത്തുന്ന സാധനങ്ങളാണ്. സീഡ്സുകളും ഉണ്ട്. ഓരോ സാധനത്തിൻ്റെ സീഡ്സുകളും വല്ലപ്പോഴും ഇവിടെ ഉണ്ടാവുള്ള സാധനങ്ങളൊക്കെ. നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാകാൻ വളരെ കുറവാണ്. ഒരു ചെറിയ സീസണുകളിൽ മാത്രം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനത്തെ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ചെറിയ തക്കാളി ഉണ്ടോ? കുഞ്ഞു തക്കാളികൾ. പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പോവാം. അപ്പോൾ ഇനി വൈകുന്നേരം രാത്രിയിലെ കാഴ്ചകൾ വന്നിട്ട് കാണാം.